നമസ്കാരം. നാണമില്ലല്ലോ അമേരിക്കയ്ക്ക്? ഭീകരവാദത്തിനെതിരെ ആണ് നിങ്ങൾ പോരാടുന്നത് എന്ന് ലോകത്തിനോട് മുഴുവൻ പറഞ്ഞിട്ടുള്ള അതേ അമേരിക്ക പാകിസ്ഥാന് നൽകുന്നത് മില്യൺ കണക്കിന് ഡോളറാണ്. എന്തിനു വേണ്ടി? ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനം നടത്താനാണോ? എന്താണ് വാർത്തയെന്ന് നോക്കാം. 686 ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ സഹായം പാകിസ്ഥാന്റെ F-60 യുദ്ധവിമാനങ്ങൾക്കായി പ്രഖ്യാപിക്കപ്പെട്ടതായിട്ടുള്ള വാർത്ത ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കകളുടെ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അമേരിക്കൻ സഖ്യകക്ഷികളുമായി ഇന്റർ ഓപ്പറബിലിറ്റി, അതായത് പരസ്പരം സഹകരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്താനും വേണ്ടിയാണ് ഈ പാക്കേജ് എന്നും ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കില്ല എന്നുമാണ് US പറയുന്നത്. പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി, അതായത് DCSA കോൺഗ്രസിന് നൽകിയ കത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്കിലും ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തം അതിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരമൊരു സുപ്രധാനമായിട്ടുള്ള സൈനിക സഹായം പാകിസ്ഥാന് നൽകാനുള്ള USന്റെ തീരുമാനം അമേരിക്കയുടെ വിദേശ നയത്തിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചും ഇന്ത്യയോടുള്ള വിരുദ്ധ അജണ്ടയെ കുറിച്ചുമുള്ള വിമർശനങ്ങൾ ശക്തമാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഇത്തരത്തിലുള്ള ഉപദ്രവം ഉണ്ട് എന്നുള്ളത്. അമേരിക്കൻ സഹായത്തിന്റെ ഔദ്യോഗിക ന്യായീകരണങ്ങൾ എത്ര തന്നെ സൗമ്യമായി അവതരിപ്പിക്കപ്പെട്ടാലും ഇന്ത്യയുടെ താല്പര്യങ്ങളിൽ ഇതിന്റെ സൈനികവും തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ നിസ്സാരമല്ല. F-16 യുദ്ധവിമാനങ്ങൾക്ക് ലഭിക്കുന്ന ഈ നവീകരണ സഹായത്തിൽ സുരക്ഷിതമായ ലിങ്ക് 60 ഡാറ്റ ലിങ്ക് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആധുനിക ഏവിയോണിക്സ് അപ്ഡേറ്റുകൾ, അതുപോലെ സൈനിക പരിശീലനം, ലോജിസ്റ്റിക് പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ പാകിസ്ഥാൻ എൻഫോഴ്സ്മെന്റിന്റെ പോരാട്ട ശേഷിക്ക് പുതിയ ഊർജം പകരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നേരത്തെ അമേരിക്കൻ സഹായത്തോടെ ലഭിച്ച F-60 വിമാനങ്ങൾ കശ്മീർ അതിർത്തിയിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കല്ല, മറിച്ച് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്കാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന ചരിത്രപരമായ വസ്തുത ഇന്ത്യയുടെ ആശങ്കകൾക്ക് ആഴം കൂട്ടുന്നുണ്ട്. ഈ സഹായം ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാന് ധൈര്യം നൽകുമെന്നും ഇത് ദക്ഷിണേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാകുമെന്നും ഇന്ത്യ ന്യായമായിട്ട് വാദിക്കുന്നുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അമേരിക്കൻ വിദേശ നയത്തിന്റെ തന്ത്രപരമായ വൈരുദ്ധ്യങ്ങളെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. ഒരു വശത്ത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയുമായി വളരെ തന്ത്രപരമായിട്ടുള്ള പ്രതിരോധപരവുമായ സമഗ്ര ആഗോള പങ്കാളിത്തം, അതായത് കോംപ്രഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സ്ഥാപിക്കുകയും ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിൽ ഇന്ത്യ ഒരു പ്രധാന തൂണായി കാണുകയും ചെയ്യുന്ന അമേരിക്ക, മറുവശത്ത് ഇന്ത്യയുടെ പരമ്പരാഗത എതിരാളിയായിട്ടുള്ള പാകിസ്ഥാന് വലിയ സൈനിക സഹായം നൽകുന്നത് തികച്ചും വിരോധാഭാസം തന്നെയാണ്. അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയെ അതിന്റെ തന്ത്രപരമായ കൂട്ടാളിയായി അംഗീകരിക്കുമ്പോഴും മേഖലയിൽ ഒരു ഏകധ്രുവ ശക്തിയായി ഇന്ത്യ വളരുന്നത് തടയാനുള്ള ഒരു നീക്കമാണെന്ന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സംശയം ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നുമുണ്ട്. ചൈനയെ നേരിടാൻ ഇന്ത്യയുമായി സഹകരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ ഒരു നോൺ നാറ്റോ പ്രധാന സഖ്യകക്ഷി എന്ന നിലയിൽ നിലനിർത്തുന്നത് വഴി ഒരു കൈകൊണ്ട് സൗഹൃദം സ്ഥാപിക്കുകയും മറു കൈകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളെ ആളിക്കത്തിക്കുകയും ചെയ്യുന്ന സമീപനമായി നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടതായി വരും. കൂടാതെ പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എങ്കിലും പാകിസ്ഥാൻ മണ്ണ് ഇപ്പോഴും ഭീകരവാദ ഗ്രൂപ്പുകളുടെ സുരക്ഷിത താവളമായി തുടരുന്നു എന്നതും അവർ ഇന്ത്യയെ ലക്ഷ്യമിടുന്നു എന്നതും ഒരു പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണല്ലേ. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നത് പ്രാദേശിക സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ അസ്ഥിരപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ പലപ്പോഴും സങ്കീർണവും സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതുമാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയുമായി വളരെ തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുന്നതിനിടയിലും പാകിസ്ഥാനെ പൂർണ്ണമായും കൈവിടാതെ അതിന്റെ ഭൗമരാഷ്ട്രീയപരമായ പ്രാധാന്യം, പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരതയുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക കണക്കിലെടുക്കുന്നുണ്ടാവാം എന്നതും നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. എന്നാൽ ഈ താല്പര്യങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ അവഗണിച്ചുകൊണ്ടാകരുത് എന്നതാണ് നമുക്കിവിടെ ആവർത്തിക്കാനുള്ളൊരു വിഷയം. അവസാനമായിട്ട് അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണ നയത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ പ്രേരിപ്പിക്കുന്നു എന്നതുകൂടി പറയണം. ഒരു സഖ്യകക്ഷിയെയും പൂർണ്ണമായും ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ മറ്റ് പ്രതിരോധ പങ്കാളികളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യ ഇവിടെ നിർബന്ധിതമാകും. 686 മില്യൺ ഡോളറിന്റെ ഈ സഹായം അമേരിക്കയുടെ ദക്ഷിണേഷ്യൻ നയത്തെ ഇന്ത്യ ഏറെ സംശയത്തോടെ വീക്ഷിക്കുന്നതിനും അമേരിക്കൻ ഭരണകൂടങ്ങളിൽ കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന നയപരമായിട്ടുള്ള മാറ്റങ്ങളെ തള്ളിക്കളയാൻ സാധിക്കുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതുമായ
ഒരു ഉദാഹരണമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം ഒരു നീക്കം US ഇന്ത്യ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർത്താൻ കാരണമാകുന്നു എന്നുകൂടി ഇവിടെ പറയണം. പാകിസ്ഥാൻ ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയിലുമാണ് എന്ന കാര്യം നമുക്കറിയാം. എങ്കിലും ഇന്ത്യയെ ലക്ഷ്യമിട്ടിട്ടുള്ള വളരെ തന്ത്രപരവും സൈനികപരവുമായ നീക്കങ്ങളിൽ അയവ് വരുത്താൻ അവർ തയ്യാറായിട്ട് പോലുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈനിക സഹായങ്ങൾ, പ്രത്യേകിച്ചും F-16 യുദ്ധവിമാനങ്ങൾക്കുള്ള നവീകരണ പാക്കേജുകൾ പോലുള്ള സഹായങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ചരിത്രപരമായ ഒരു തുടർച്ചയായിട്ട് വീക്ഷിക്കപ്പെടുന്നത്. അതായത് ചരിത്രപരമാണ് എന്നത് കൂടുതൽ എടുത്തു പറയട്ടെ. ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ അമേരിക്കയുടെ ദക്ഷിണേഷ്യൻ നയം പലപ്പോഴും ഈ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് അല്ലെ. ശീതയുദ്ധകാലം മുതൽക്കേ ആരംഭിച്ച അമേരിക്ക പാകിസ്ഥാൻ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണോ അല്ലെങ്കിൽ വലിയ തലവേദനയായിരുന്നു. 1950കളിലും 60കളിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യകക്ഷിയായും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശ സമയത്ത് മുന്നണി പോരാളിയായും പാകിസ്ഥാൻ അമേരിക്കൻ സഹായം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെ അമേരിക്കൻ സഹായം പ്രധാനമായും യുദ്ധോപകരണങ്ങളുടെ രൂപത്തിലായിരുന്നു നൽകിയിരുന്നത്. അത് ഇന്ത്യക്കെതിരെ പരമ്പരാഗത യുദ്ധങ്ങളിൽ പാകിസ്ഥാന് മേൽക്കൈ നൽകാൻ സഹായിച്ചിട്ടുമുണ്ട്. 1965ലെയും 71ലെയും ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ അമേരിക്കൻ നിർമ്മിത ടാങ്കുകളും യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഈ ചരിത്രപരമായ ഭീഷണിയുടെ ആദ്യകാല ഉദാഹരണങ്ങളാണ് എന്ന് പറയട്ടെ. അന്ന് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്നുള്ള ഭീഷണിയെ നേരിടാനാണ് പാകിസ്ഥാനെ സഹായിക്കുന്നതെന്നായിരുന്നു അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. എങ്കിലും ആ സഹായം ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നതാണ് ചരിത്രത്തിലെ സത്യം. 80കളിലും 90കളിലും അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ പാകിസ്ഥാന് ലഭിച്ച സഹായം രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുത്തത്. ഈ കാലയളവിലെ അമേരിക്കൻ ഫണ്ടിങ്ങും പരിശീലനവും പിൻകാലത്ത് ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് പരോക്ഷമായിട്ടുള്ള സഹായമായിട്ട് മാറുകയാണ്. 2001 ശേഷമുള്ള ഭീകരവാദത്തിനെതിരായ യുദ്ധം എന്ന കാലഘട്ടത്തിലും സ്ഥിതിഗതികൾക്ക് കാര്യമായ മാറ്റം ഉണ്ടായില്ല. തീവ്രവാദത്തെ നേരിടാൻ എന്ന പേരിൽ പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളർ സഹായം ലഭിച്ചുവെങ്കിലും ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലുടനീളം ശക്തമായിട്ട് തന്നെ നിലനിന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019ലെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങളായിരുന്നു എന്ന വസ്തുത. എടുത്തു പറയട്ടെ, F-16 വിമാനങ്ങളായിരുന്നു. ഭീകരവാദത്തിനെതിരെ ഉപയോഗിക്കാനാണ് ഈ വിമാനങ്ങൾ നൽകിയത് എന്ന അമേരിക്കൻ ഉറപ്പുകളെ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന തെളിഞ്ഞ സന്ദർഭം കൂടിയാണ്. അതായത് അമേരിക്ക ഇപ്പോൾ പറഞ്ഞതൊക്കെ കള്ളമാണ്. പാകിസ്ഥാൻ സാമ്പത്തികമായി ദുർബലമായിരിക്കുമ്പോൾ പോലും പുതിയ സൈനിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ ഇത്തരത്തിലുള്ള തീരുമാനം ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ ആഴത്തെക്കുറിച്ച് ഇന്ത്യയെ സംശയത്തിൽ നിർത്തുന്നുണ്ട്. ചൈനയെ നേരിടാൻ ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി അമേരിക്ക കാണുന്നുണ്ട് എങ്കിലും പാകിസ്ഥാനെ മേഖലയിലെ ഒരു വേലികെട്ട് അല്ലെങ്കിൽ അവർക്കുള്ള ഇഷ്ടമുള്ള ഒരു വേലികെട്ടായിട്ട് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാധീനം ഒരു പരിധിയിൽ കവിയാതെ നോക്കാനുള്ള ഒരു തന്ത്രം ഈ നയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഇന്ത്യ ആശങ്കപ്പെടുന്നുണ്ട്. അതായത് ഒരു കൈകൊണ്ട് സൗഹൃദം നൽകുമ്പോൾ തന്നെ മറു കൈകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായിട്ട് പോഷിപ്പിക്കുക എന്ന ഇരട്ടത്താപ്പ് നയം തന്നെയാണ് അമേരിക്ക ചരിത്രപരമായി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇന്ത്യ ഉയർത്തുന്ന വിമർശനം. അത് സത്യവുമാണ് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ മോശമായപ്പോഴും സൈനിക നീക്കങ്ങൾ ശക്തമായി തുടരുന്നതിന് കാരണം കാലാകാലങ്ങളായി അമേരിക്ക നൽകുന്ന പരോക്ഷവും അതുപോലെ തന്നെ പ്രത്യക്ഷവുമായ സഹായങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സഹായങ്ങൾ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പോരാടാനുള്ള സൈനികവും മാനസികവുമായിട്ടുള്ള ധൈര്യമാണ് നൽകുന്നത്. ചരിത്രപരമായ തെളിവുകൾ വ്യക്തമാക്കുന്നത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന ഔദ്യോഗിക വിശദീകരണം പലപ്പോഴും, അതായത് എപ്പോഴും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് ഒരു മറ മാത്രമാകുന്നു എന്ന വസ്തുത തന്നെയാണ്. അതിനാൽ പാകിസ്ഥാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഓരോ അമേരിക്കൻ നീക്കത്തെയും ഇന്ത്യ അതിന്റെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.